ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. പുതിയൊരു മോഡ്യൂളിലോട്ട്, 4ാമത്തെ മോഡ്യൂളായ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പഠിച്ചതുപോലെ തന്നെ വേറൊരു ട്രാൻസ്ഫോർമേഷനാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒറ്റ വാക്കി നിങ്ങൾക്ക് ചിലപ്പോൾ ഡെഫിനേഷൻ പറയുന്നതിനേക്കാളും കൂടുതൽ അതെന്താണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ, വിൻഡോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഫിഗർ, ഒരു പിക്ചർ. ആ ഒരു പിക്ചറിനെ ഒരു മിനി സ്ക്രീനിലേക്ക് കൊണ്ടുവരിക, അതാണ് വ്യൂ പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വൈഡായിട്ടുള്ളൊരു വിൻഡോയെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്ങിലോട്ട് കൊണ്ടുവരുന്നതിനെയാണ് വിൻഡോയിൽ നിന്ന് വ്യൂ പോർട്ടിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിക്കോളണമെന്നുണ്ടാവില്ല. കാരണം കോർഡിനേറ്റിലുള്ള വ്യത്യാസമാണ്. കോർഡിനേറ്റ്സ് മാറുക ചെയ്യുക. ഓൾറെഡി ഉള്ള കോർഡിനേറ്റിൽ നിന്നും മറ്റൊരു കോർഡിനേറ്റിലോട്ട് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ആ ഒരു ഫിഗറിൽ ചേഞ്ച് വരുന്നില്ല. നമ്മുടെ സ്കെയിലിംഗ് പറഞ്ഞ പോലെ തന്നെ ലാർജ് ചെയ്യുക സ്മോൾ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ എന്താണ്, ആ ഒരു വേൾഡ് വൈഡ് ഫിഗറിനെ ഒരു കറക്റ്റ് ക്ലിപ്പിങ്ങിലോട്ട് കൊണ്ടുവന്നിട്ട് ചെറുതാക്കി കാണിക്കുക. അതാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ. Once object description has been transmitted to the viewing reference frame, we choose the window extends in viewing coordinates and select the viewport limits in normalized coordinate. ഓൾറെഡി ഉള്ള കോർഡിനേറ്റിൽ നിന്ന് നോർമലൈസ് ചെയ്ത്, അതായത് ക്ലിപ്പ് ചെയ്യപ്പെട്ട ഒരു ഫ്രെയിമിലോട്ട്, ഒരു കറക്റ്റ് ഒരു ഫ്രെയിമിലോട്ട് ആ ഒരു വിൻഡോയെ കൊണ്ടുവരിക. അതാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Object description are then transferred to normalized device coordinates. We do this thing using a transformation that maintains the same relative placement of an object in normalized space as they had in viewing coordinates. ഇത് പറഞ്ഞത് തന്നെയാണ്. എന്താണ്, കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിൻഡോയ്ക്ക് ചേഞ്ച് വരാതെ കറക്റ്റായിട്ടുള്ള ക്ലിപ്പിംഗ് ആണ് ഉദ്ദേശിക്കുക. അതായത് വസ്തുവിൽ ചേഞ്ച് വരില്ല. ആ ഒരു സ്ക്രീനാണെങ്കിൽ സ്ക്രീനിന് ചേഞ്ച് വരും. ആ വലിയൊരു സ്ക്രീനെ ചെറിയൊരു സ്ക്രീനിലോട്ട് ഉൾക്കൊള്ളിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നോർമലൈസ് ചെയ്തിട്ടാണ്, കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ചെറുതാക്കലാണ് അല്ലെങ്കിൽ വലുതാക്കലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കോർഡിനേറ്റിൻ്റെ മാത്രം ആയിട്ടുള്ളതല്ല, മൊത്തമായിട്ടാണ് ആ ചേഞ്ച് വരിക. ഇഫ് എ കോർഡിനേറ്റ് പൊസിഷൻ ഈസ് ദാറ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി വ്യൂവിംഗ് വിൻഡോ, it will display at the center of the viewport. Figure shows window viewport mapping. പോയിന്റ്, അതായത് അപ്പുറത്തെ ചിത്രം തന്നിട്ടുണ്ട്, ചിത്രം കാണിച്ചു തരാം. ഇപ്പോൾ ഇഫ് എ കോർഡിനേറ്റ് പൊസിഷൻ ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി വ്യൂവിംഗ് വിൻഡോ, അതെന്താണ്, ഒരു വ്യൂവിംഗ് വിൻഡോ ആയിട്ട് സെൻറ്റർ സെലക്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ളതിനെ നടുവിൽ നിന്ന് ക്ലിപ്പ് ചെയ്തെടുക്കണം. ഇഫ് വിൽ ഡിസ്പ്ലേ അറ്റ് സെൻറ്റർ ഓഫ് വ്യൂ. അപ്പോൾ എങ്ങനെ കാണുക, ആ ഒരു ഡിസ്പ്ലേ സെൻറ്റർ കാണും. അപ്പോൾ ഒരു സ്ക്രീൻ, ആ സ്ക്രീനിൻ്റെ മൊത്തം നടുവിലൊരു ഭാഗം ക്ലിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ അടുത്ത് എന്ത് ചെയ്യും, അതേ സ്ക്രീൻ തന്നെ മൊത്തം കാണാതെ നടുവിൽ മാത്രം കാണും. ആ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഈ ഒരു ഫിഗർ, ഇതാണ് ഫിഗർ. അതിൻ്റെ ഈ നടുഭാഗം മാത്രം ക്ലിപ്പ് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ലേ, നടുവിൽ മാത്രമായിട്ട് കാണിച്ചു സ്ക്രീനിൻ്റെ. അതാണ് അവിടെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇഫ് വിൽ ഡിസ്പ്ലേ ദി സെൻറ്റർ ഓഫ് ദി വ്യൂ പോർട്ട്. എന്താണ് അത്, അപ്പോൾ അതെങ്ങനെ പറയണത്, വിൻഡോ ടു വ്യൂ പോർട്ട് മാപ്പിങ്ങിൽ പറഞ്ഞത് പൊസിഷൻ XW/YW എന്നുള്ളതിനെ XV/YV എന്നുള്ളൊരു കോർഡിനേറ്റോട്ട് മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രം നോക്കൂ SW/YW മിനിമം, YW മാക്സിമം, Y ആക്സിസിലെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ. അതുപോലെ XW, ഈ W എന്ന് യൂസ് ചെയ്യണത് വേൾഡ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് അല്ലെങ്കിൽ വിൻഡോ എന്നുള്ളൊരു മീനിങ്ങിലാണ്. വിൻഡോ ആ കാണിക്കാനാണ് W യൂസ് ചെയ്യുന്നത്. വ്യൂ പോർട്ടിനെ കാണിക്കാൻ വേണ്ടി V യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷനിൽ XV മിനിമം, XV മാക്സിമം, YV മിനിമം, YV മാക്സിമം കാണിക്കുന്നത്. Y എന്ന് പറയുന്നത് X എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആണ്. V എന്ന് പറഞ്ഞാൽ വ്യൂ പോർട്ടാണ്. ഇവിടെ W എന്നുള്ളത് വിൻഡോ ട്രാൻസ്ഫോർമേഷനെ കാണിക്കാനാണ് കേട്ടോ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കും. കണ്ടില്ലേ, ഈ ഒരു ചിത്രത്തിൽ ഇവിടെ ഇത്രയും ഭാഗം ക്ലിപ്പ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കഷ്ണമല്ല കിട്ടിയത്, ഈ മൊത്തം സ്ക്രീനിൻ്റെ ഈ ഒരു ക്ലിപ്പിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.